നമുക്ക് സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട് മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്താലോ? ഇനി ആരെങ്കിലും ഈ ഒരു ലോക്ക് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം നമ്മളെ അറിയിച്ചു തരികയും ചെയ്യും. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ലോക്ക് സിസ്റ്റമാണ്. നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടുന്നവരാണ്. ഫേസ് ID, ഫിംഗർ പ്രിന്റ്, പാറ്റേൺ, പിൻ നമ്പർ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത്. എന്നാൽ ഇതൊരു വെറൈറ്റി ലോക്ക് സിസ്റ്റമാണ്. ഇതെങ്ങനെ നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ആഡ് ഗസ്റ്റർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സിഗ്നേച്ചറാണ് കൊടുക്കുന്നത്. എന്നിട്ട് അത് തന്നെ നിങ്ങൾ റീ എൻ്റർ ചെയ്യുക. തെറ്റരുത് കേട്ടോ, അതേപോലെ തന്നെ റീ എൻ്റർ ചെയ്യുക. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചർ മറന്നു പോയി കഴിഞ്ഞാൽ ഒരു പിൻ നമ്പർ വേണമല്ലോ. ഇവിടെ ആഡ് പിൻ നമ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ 1 2 3 4 ആണ് കൊടുക്കുന്നത്. അത് തന്നെ വീണ്ടും നിങ്ങൾ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഗ്രാൻഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇത് ഇവിടെ എവിടെയെങ്കിലും കാണും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങൾ ബാക്ക് വരിക. അപ്പോൾ വീണ്ടും ഇവിടെ ഗ്രാൻഡ് എന്ന് കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ ബാക്ക് വരിക. ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗം ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അലോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ ഗസ്റ്റർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത സിഗ്നേച്ചർ നിങ്ങൾക്ക് മാറ്റാം. ചേഞ്ച് സിഗ്നേച്ചർ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിൻ നമ്പർ ചേഞ്ച് ചെയ്യാം, ടൈം പാസ്വേഡ് അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ ഇൻട്രൂഡർ സെൽഫി എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കാണിക്കും. ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി മുകളിൽ കാണുന്ന റോങ് അറ്റംപ്റ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ 2 ആണ് കാണിക്കുന്നത്. ചില മൊബൈലിൽ 1 കാണിക്കും. 1 തിരഞ്ഞെടുക്കുന്നത് നല്ലത്. അതായത് ഒരു പ്രാവശ്യം തെറ്റായ സിഗ്നേച്ചർ കൊടുത്താൽ നമുക്ക് സെൽഫി എടുക്കണം. ഓക്കെ, അങ്ങനെ ഓക്കെ കൊടുക്കുക. ഇനി ജസ്റ്റ് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യാണ്. ഓക്കെ, മൊബൈൽ ഞാനിവിടെ ഇവിടെ ലോക്ക് ചെയ്തു. ഇനി ആരെങ്കിലും മൊബൈൽ തുറക്കാൻ ശ്രമിച്ചാൽ ഞാനിപ്പോൾ മൊബൈൽ ഒന്ന് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, മൊബൈൽ തുറക്കാൻ ശ്രമിച്ചു. എന്നിട്ട് തെറ്റായ ഒരു സിഗ്നേച്ചർ ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിതാ ഇവിടെ ഈ ഒരു സിഗ്നേച്ചർ കൊടുത്തു. ഒരു പ്രാവശ്യം കൊടുത്തു, തുറന്നില്ല. ഇനി രണ്ടാമതും തെറ്റായ ഒരു സിഗ്നേച്ചർ കൊടുത്തു. ഉടനെ തന്നെ മുകളിൽ ഒരു പച്ച ലൈറ്റ് വന്നിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് സെൽഫി എടുത്തു കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം അത് അറിയുന്നുണ്ടാകുകയില്ല. ഓക്കെ, ഇനി ഞാൻ ശരിയായ ഒരു സിഗ്നേച്ചർ തന്നെ കൊടുക്കുകയാണ്. മൊബൈൽ ഓപ്പണായി. ഇനി ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? അതിനായിട്ട് ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇൻട്രൂഡർ സെൽഫി എന്ന ഈ ഒരു ഭാഗം കാണാം. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻട്രൂഡർ ഫോട്ടോസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. കണ്ടോ, ആ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡിൽ മൊബൈൽ വെച്ച് എടുക്കുന്നതുകൊണ്ട് കുറച്ച് താഴെയായിട്ടാണ് എൻ്റെ ഫോട്ടോ കാണുന്നത്. ഇതുപോലെ ഇപ്പോൾ ഡേറ്റും ടൈമും ഒക്കെ എൻ്റെ മൊബൈലിൻ്റെ ടൈമും ഇവിടുത്തെ ടൈമും നോക്കിയാൽ മനസ്സിലാകും. 1 മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ. ഞാനിപ്പോൾ തന്നെ അത് നിങ്ങൾ കാണിച്ചുകൊണ്ട് ആ ടൈം തന്നെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ മൊബൈൽ ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ടൈമും ഡേറ്റും അടക്കം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ അറിയിച്ചു തരികയും ചെയ്യും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.